ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ആകാൻ നോക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ റൂം. അപ്പോൾ ആ റൂം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൊഡക്ടിവിറ്റി തോന്നാറുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ സ്റ്റഡി ടേബിളും എൻ്റെ ബെഡും എപ്പോഴും ഈ ഒരു അവസ്ഥയിലായിരിക്കും കേട്ടോ. 2 ദിവസത്തേക്ക് ക്ലീനായിട്ട് കിടക്കും, പിന്നെ അത് പിന്നെ ഇങ്ങനെ തന്നെയാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെയിൽ പോളിഷൊക്കെ അത് നോക്കുന്നുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ഈ സ്റ്റഡി ടേബിളിൽ നിന്ന് എടുത്ത് നേരെ ബെഡിലേക്ക് വെക്കും, ബെഡിൽ നിന്ന് എടുത്ത് നേരെ സ്റ്റഡി ടേബിളിലേക്ക് വെക്കും കേട്ടോ. അങ്ങനെയാണ് സാധാരണ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അത് കഴിഞ്ഞിട്ട് ബെഡ് കണ്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളിൽ നിന്ന് എടുത്ത് മൊത്തം എടുത്ത് നമ്മുടെ ബെഡിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബെഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഷെൽഫിലേക്കൊക്കെ മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്യാണ്. സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി ടേബിളിലോട്ടൊന്നും വെക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബെഡ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പില്ലോസൊക്കെ വെച്ചിട്ടുണ്ട്, 2 ചെറിയ പില്ലോസും വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബെഡിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് തൂത്തുവാരി ഇടാമെന്ന് വിചാരിച്ചു. മോപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പിന്നെ എനിക്ക് മടിയായി കേട്ടോ. എന്നാലും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് മോപ്പ് ചെയ്ത് കാരണം എന്നാലും ഇത് ഇഷ്ടം പോലെ പൊടിയുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിയാവുന്നുണ്ട്, പെട്ടെന്ന് ഇത് അടിച്ച് വാരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ ഒരു യൂട്യൂബിൽ ഷോർട്സ് കണ്ടാണ് കേട്ടോ പെഡിക്യൂറിൻ്റെ. അപ്പോൾ എനിക്കും തോന്നി അതൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് നാരങ്ങ ഒഴിക്കുക കേട്ടോ. നാരങ്ങ ഒഴിച്ചിട്ട് അതിലേക്ക് ഷാമ്പുവും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യുക. അതിനുശേഷം ഷുഗറും അതുപോലെ തന്നെ നമ്മുടെ ലെമണൂടെ എടുത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് നല്ല എഫക്റ്റീവാണ്, നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. പിന്നെ ഞാൻ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മൾ അരിപ്പൊടി, പിന്നെ കടലപ്പൊടി, പിന്നെ നമ്മുടെ കോഫി പൗഡർ ഞാനിട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, കുറച്ചിട്ടാൽ മതി. അതും പിന്നെ കുറച്ച് വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു മഞ്ഞ കളർ ഇങ്ങനെ വരാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നല്ല ക്ലീനായിട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ ഫ്ലോറിലൊന്നും വീഴാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒരു കവർ ചെയ്യാനായിട്ടൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് അതിൽ ചെയ്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നല്ല ഔട്ട്ലുക്കാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.